ഹലോ എവരിബഡി. ഡിസൈൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പ്രധാനമായും എടുക്കുന്നത്. ബേസിക്കലി നമ്മളുടെ തേർഡ് മൊഡ്യൂളിലത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലെടുക്കുന്നത് നമ്മളുടെ ഡിസൈൻ പ്രോസസ്സിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസൈൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ വൈറ്റൽ ടോപ്പിക് ഇൻ ഡിസൈൻ. നമുക്കറിയാം, ഒരു ഡിസൈൻ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ഇറ്റ് റിക്വയർസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ദാറ്റ് ആർ വെർബൽ, റൈറ്റിംഗ്സ് ഓർ സ്കെച്ചസ്. ഫോർ ദിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ ടു ബി ഇംപ്രൂവ്ഡ് ഇൻ ഓൾ 3 മോഡ്സ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഇൻഫോർമേഷനോ ഡാറ്റയോ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ലെവൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷനിലൂടെ പോസിബിൾ ആവുള്ളൂ എന്ന് അറിയാം അല്ലേ. അപ്പം പ്രധാനമായും നമുക്ക് 3 രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്നെങ്കിൽ നമുക്ക് വെർബൽ എന്ന് പറഞ്ഞാൽ ഓറലി നമുക്ക് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഐഡിയാസും അല്ലെങ്കിൽ ഇൻഫർമേഷൻസും പാസ് ചെയ്യാൻ സാധിക്കും. പിന്നെ റൈറ്റിങ്സ് എഴുതിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്കെച്ചസ്, പലതരം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിലൂടെയും നമുക്ക് എന്താണ് നമ്മളുടെ ഐഡിയാസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്കെച്ചസ് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കിക്കോളൂ, കാരണം എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് സ്കെച്ചസ് എന്നുള്ളത്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ആണ് എന്താണ്, നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ലെവൽസിലുള്ള വർക്കേഴ്സിനും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുള്ളി എററോ മിസ്റ്റേക്കുകളോ ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഓരോ ലെവൽസിൽ പോസിബിൾ ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അല്ലേ. അത് തീർച്ചയായും എന്താണ്, വളരെ ഡേഞ്ചറസ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ എൻഡ് റിസൾട്ട് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പർ ആയിരിക്കണം. ഇതിന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്താണ് തീർച്ചയായും വേണ്ട ഒരു കാര്യമാണ് എംപ്ലോയീസിന്. അത് നമുക്കിപ്പം ഈ കോർപ്പറേറ്റുകൾ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂസ് ഒക്കെ തന്നെ ഇംഗ്ലീഷിൽ. അവിടെ ബേസിക്കലി നമ്മളുടെ ടെക്നിക്കൽ സ്കില്ലിന് പുറമെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും കൂടെ അവർ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. വൈൽ ദി ഓറൽ ആൻഡ് റിട്ടൺ സെക്ഷൻസ് ഗീവ് കീ ഇൻപുട്ട് ടു ഡിസൈൻ, സ്കെച്ചസ് ആർ ദി മോഡ് ഫോർ ഡിസൈൻ ഔട്ട്പുട്ട്. അപ്പം നമുക്കൊരു ഡിസൈൻ ഔട്ട്പുട്ട് ഡിസൈനിൽ പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 രീതിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാറ് അല്ലേ. എന്തൊക്കെയാണ് 3 രീതിയിൽ നമ്മൾ ഡിസൈൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്? ഒന്ന് റിട്ടൺ, പിന്നെ വേർബലി, സ്കെച്ചസ് അല്ലേ. അപ്പം നമ്മൾ ഒരു ഡിസൈനിന് വേണ്ട ഇൻപുട്ടുകളായിട്ട് പ്രധാനമായും കൊടുക്കുന്നത് ഒന്നെങ്കിൽ റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ടുകളായിട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് ഔട്ട്പുട്ടുകളായിട്ട് കിട്ടുക എങ്ങനെയാണ്, സ്കെച്ചസ് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. സപ്പോസ് നമുക്കൊരു വീട് പണിയണമെന്ന് കരുതാം. ഓക്കെ, അപ്പം വീട് പണിയുമ്പോൾ നമ്മൾ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു കൊടുക്കും എനിക്കൊരു 2 BHK ഹൗസാണ് വേണ്ടത്, അതിന് പരമാവധി ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെ തുടങ്ങിയ സ്പെസിഫിക്കേഷൻ നമ്മൾ ഓറലി പറഞ്ഞു കൊടുക്കും അല്ലേ. ഇല്ലെങ്കിൽ ചിലരെന്ത് ചെയ്തിരിക്കും, എഴുതി കൊടുക്കും, എനിക്ക് വീടിന് 2 റൂം വേണം, ബാത്റൂം വേണം, ബാത്ത് അറ്റാച്ച്ഡ് റൂം വേണം, അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻ എഴുതി കൊടുക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ബേസിക്കലി എന്താണ്, ഇൻപുട്ടാണ്. എന്നിട്ട് അതിന് ശേഷം ഈ പറഞ്ഞ ഇൻപുട്ടുകളെല്ലാം തന്നെ സ്വീകരിച്ചതിന് ശേഷം ഒരു ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ഡിസൈനറോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറോ എന്ത് ചെയ്യും, അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു പ്ലാൻ രൂപത്തിൽ വീടിൻ്റെ ഒരു 3D എലിവേഷനോ അല്ലെങ്കിൽ പ്ലാൻ രൂപത്തിൽ നമുക്ക് അത് മാറ്റി തരും അല്ലേ. അപ്പോൾ ആ ഒരു പ്ലാനാണ് നമ്മളുടെ ബേസിക്കലി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Things which cannot be communicated orally or in written can well conversed with through sketches. ഇനി ചില കേസിൽ എന്താണ്, നമുക്ക് ഓറലി പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇല്ലെങ്കിൽ തിയറി പഠിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ മേ ബി നമ്മളെന്താണ് ഒരു പ്രാക്ടിക്കലി അതിൻ്റെ ഒരു മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കെച്ചസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എഞ്ചിനീയറിംഗിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡിസൈൻ അറൈസസ് ത്രൂ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്സ് which later get converted to computer aided design and drafting. അപ്പം CADD അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരസ്യം നമ്മൾ വരുന്ന വഴിക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഡ്രാഫ്റ്റിംഗ് കൊണ്ട് ഡ്രോയിങ് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് രീതിയിൽ തന്നെ മാറിയിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു ചെയ്യുന്നത്, ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ
പഠിക്കുന്നത് പോലെ ഗ്രാഫിക്സിൽ എല്ലാവരും ഗ്രാഫിക്സ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ചെയ്യാറ്? നമുക്കൊരു ഡ്രോയിങ് വേണമെങ്കിൽ ആദ്യം ഒരു ഷീറ്റ് എടുക്കും. ഷീറ്റ് എടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ പെൻസിൽ, കട്ടർ, റബ്ബർ അങ്ങനത്തെ പലതരം ടൂൾസ് ഉണ്ട് ഗ്രാഫിക്സിന് വേണ്ട. സെറ്റ് സ്ക്വയർ, ഡിവൈഡേഴ്സ്, അങ്ങനെ ഈ ടൂൾസുകളെല്ലാം യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഡ്രോയിങ് വരയ്ക്കാറുണ്ടായിരുന്നത് അല്ലേ. എന്നാൽ ഒരു 1982 ഓട്ടോഡെസ്ക് എന്നൊരു കമ്പനി ഡെവലപ്പ് ചെയ്തതാണ് CAD സോഫ്റ്റ്വെയർ അല്ലേ. അപ്പോൾ ഈ ഒരു CAD സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? എൻ്റർലി നമ്മൾ ഫിസിക്കലി വരയ്ക്കുന്നതെല്ലാം തന്നെ നമുക്ക് എന്താണ് ഇലക്ട്രോണിക്കലി, ഡിജിറ്റലി, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ഡിസൈനിങ് പ്രോസസ്സിൽ ഉണ്ടാക്കിയത്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ ഒരു എത്രത്തോളം ടൂൾസ് എപ്പോഴും ക്യാരി ചെയ്ത് നടക്കണം. പിന്നെ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ വളരെയധികം ടേഡിയസ് ആയിട്ടുള്ള ടാസ്ക്കാണ് നമ്മൾ ഗ്രാഫിക്സിൽ ഒരു ഷീറ്റിൽ വരയ്ക്കുമ്പോൾ നേരിടുന്നത് അല്ലേ. അതൊക്കെ തന്നെ നമുക്ക് എന്താണ് ഒരു പരിധിയല്ല, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു CAD സോഫ്റ്റ്വെയർസിലൂടെ. ഓക്കെ, എന്ന് വെച്ചിട്ട് ഗ്രാഫിക്സ് പഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഗ്രാഫിക്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് കോളേജ്, ഏത് ലോകത്തുള്ളത് എടുത്ത് നോക്കിയാലും, ഏത് ബ്രാഞ്ച് ഓഫ് സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെങ്കിലും അതിൽ ഗ്രാഫിക്സ് ഫണ്ടമെൻ്റലി ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റലി അവരെല്ലാം തന്നെ വരച്ച് പഠിക്കുന്ന എന്താണ് നമ്മളുടെ ആ ഒരു ഷീറ്റ് തന്നെയാണ്. ഓക്കെ, കാരണം എന്താണ് ബേസിക്കലി അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു CAD-ൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വളരെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ഗ്രാഫിക്സ് പഠിക്കുന്നതും അതിൻ്റെ സിഗ്നിഫിക്കൻസും ഇമ്പോർട്ടൻസും എല്ലായ്പ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നതും. ഓക്കെ, വൺസ് ഇതുപോലെ നിങ്ങൾ ഡ്രോയിങ് ഷീറ്റിലൊക്കെ വരച്ച് ഫെമിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ CAD പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുക എത്രത്തോളം ഈസി ആയിരുന്നു ഈ ഡ്രോയിങ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് അറിഞ്ഞിരിക്കണം, ഗ്രാഫിക്സ് അറിഞ്ഞാൽ മാത്രമേ ഈ CAD നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പോലും പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വിഷ്വലൈസേഷൻ ത്രൂ സോളിഡ് മോഡലിംഗ് പ്രൊവൈഡ്സ് എ ന്യൂ ആംഗിൾ ടു ഡിസൈൻ. എ സോളിഡ് മോഡൽ ഓൾവേസ് പ്രൊവൈഡ്സ് എ സുപ്പീരിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ആർട്ടിഫാക്ട് ദാൻ 2D വ്യൂസ്. അപ്പം മുന്നേയൊക്കെ ഞാൻ ഈ പറഞ്ഞ CAD ഡ്രോയിങ് ആണെങ്കിൽ അതിൽ 2D ഡ്രോയിങ്സ് അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ഡ്രോയിങ്സ് ആണ് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് എത്ര ഗ്രാഫിക്സ് അല്ലെങ്കിൽ എത്ര നമ്മൾ ഷീറ്റിൽ വരച്ചാലും നമുക്ക് അതിലൊരിക്കലും എന്താണ് 3D ഡ്രോയിങ്സ് ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് CAD-ലൊക്കെ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റിൻ്റെ 3D മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയുള്ള അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലിങ്സും പിന്നെ കൂടുതൽ വിഷ്വലായി നമുക്ക് എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, however 2D drawings are vital to deliver the details of design. ഇനി ഒരു ഡിസൈൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ 2D drawings തന്നെ വേണമെന്ന് അറിയിക്കാം. In some areas of design, as an alternative to drawings, pictorial representations are used. Example, block diagrams, circuit diagrams, flow chart and so on. നമ്മൾ ഈ ഒരു ഡ്രോയിങ്സിന് പുറമെ ഈ ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എവിടെയാണ് ബ്ലോക്ക് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാറ്? നമ്മൾ ഈ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അൽഗോരിതംസ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാംസ്. ഈ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ഒക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ തന്നെ എന്താണ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ഓൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കോൺട്രിബ്യൂട്ട് എ ലീഡിംഗ് ഷെയർ ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ. അസംബ്ലി ആൻഡ് പാക്കേജിംഗ് ഇൻസ്ട്രക്ഷൻസ്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, യൂസർ മാനുവൽസ് എക്സെട്ര ആർ വേരിയസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ. അപ്പോൾ എന്ത് രീതിയിലെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അതൊക്കെ തന്നെ നമ്മളുടെ എന്താണ് ഡിസൈനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പാക്കേജിങ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആയിട്ടും യൂസർ മാനുവൽസ് ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി കോൺസെപ്റ്റ് ഇൻറ്റു കോൺഫിഗറേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്തൊരു പ്രൊഡക്റ്റ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഒരുപാട് ഐഡിയാസും തിയറീസും ലോജിക്കുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും അല്ല, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും ഒരു പ്രോഡക്റ്റിൻ്റെ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്താണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നോക്കുന്നത്. എ കോംപ്രിഹെൻസീവ് ഷെഡ്യൂളിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് ഡിസൈൻ. The power of a designer depends on his skill to convert a design concept to workable configuration. അപ്പോൾ ഇവിടെ പ്രധാനമായും പറയുന്നത് നമ്മളൊരു പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്യണം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, പ്രൊഡക്റ്റിൻ്റെ ഫാബ്രിക്കേഷന്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. മാത്രമല്ല ഒരു ഡിസൈനറിൻ്റെ കീ സ്കില്ല് അല്ലെങ്കിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ
അതിനെ വർക്കബിൾ കോൺഫിഗറേഷനിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഡിസൈനർക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ല്. കാരണം നമുക്കറിയാം ഒരുപാട് മോഡൽസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ കോൺസെപ്റ്റ് മോഡലുകൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും തന്നെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് എത്തില്ല. ഓക്കെ, അപ്പോൾ അത് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഡിസൈനറിൻ്റെ ആവശ്യമുള്ള സ്കിൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആസ് എ നോർമൽ ബിഗിനിങ് ഫേസ് എ പ്രോസസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ലിസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ് ദാറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും അല്ലേ. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഒരു പ്രോസസ് ഷീറ്റ് ഉണ്ടാക്കും. ഈ പ്രോസസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽ ആയിരിക്കും ആദ്യം ഉണ്ടാവും ഇനീഷ്യലി അല്ലേ. എന്നിട്ട് ആ ഒരു റോ മെറ്റീരിയൽ നമ്മൾ പലതരം പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ റോ മെറ്റീരിയലിനെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ്, ഇല്ലെങ്കിൽ ആ ഒരു ചെയ്യേണ്ട മാനുഫാക്ചറിങ് പ്രോസസ്സുകളാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റിപ്പുലേറ്റ്സ് ദി ഷേപ്പ് ഓഫ് ദി കോമ്പണൻറ്റ്, സ്റ്റേറ്റ് ഓഫ് ദി മെറ്റീരിയൽ ആൻഡ് ടൂൾസ് മെഷീൻ ടു ബി യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ഷേപ്പ് എന്താണെന്നും അതുപോലെ തന്നെ എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അതിനുവേണ്ടി എന്തൊക്കെ ടൂൾസ് മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോംപ്ലക്സ് ഡിസൈൻ ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ് ബൈ സ്പ്ലിറ്റിംഗ് ഇൻ ടു സബ് സിസ്റ്റംസ്. അപ്പം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പാർട്സുകൾ വരുന്ന സിസ്റ്റംസ് എന്ത് ചെയ്യുക, കഴിയുന്നതും സബ് സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഇൻഡിവിജ്വൽ പാർട്സിനെ സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, എ ടാലൻറ്റഡ് ഡിസൈനർ ഒറിജിനൽ ബിഗിൻസ് വിത്ത് ദി ഡിസൈൻ വിത്ത് റഫ് ഹാൻഡ് സ്കെച്ചസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കും, ഒരിക്കലും പോയിട്ട് പ്രോപ്പറായിട്ട് ഈ CAD-ൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിലൊന്നും പോയിട്ട് ആദ്യം തന്നെ ഡ്രോ ചെയ്യില്ല. ആദ്യം തന്നെ നമ്മൾ റഫായിട്ട് അതിൻ്റെ ഒരു പിക്ചറിൽ ലേഔട്ടോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷനോ വരച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഫൈനൽ ഡിസൈനിലേക്ക് കിടക്കുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ പിന്നീട് ആ ഒരു റഫായിട്ട് വരച്ച സ്കെച്ച് സക്സസ് ആണോ ഫെയിൽ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ബേസിക്കലി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ഓക്കെ, ഹി ദെൻ പ്രിപ്പേഴ്സ് 2D ഡ്രോയിങ് ഫ്രം ദം വിച്ച് ഈസ് ടേംഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഓർ ടെക്നിക്കൽ ഡ്രോയിങ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3D അല്ല കൺസിഡർ ചെയ്യുക, 2D ഡ്രോയിങ് ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ നിർമ്മിക്കുക. ഓക്കെ, കാരണം കമ്പാരിറ്റീവ്ലി 2D ഡ്രോയിങ് ആണ് ഈസി 3D ഡ്രോയിങ്സിനേക്കാളും. Technical drawings can be considered as the art of creating a drawing such that a person can actually visualize and follow how design needs to be carried out. This process is also known as drafting. അപ്പോൾ നമ്മളുടെ ഡിസൈനിൻ്റെ നീഡ് മീറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഒരു പ്രോഡക്റ്റിനെ കോൺസെപ്റ്റ് ചെയ്തിട്ട് അതിനെ ടെക്നിക്കലി ഡ്രോയിങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു വരച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡ്രാഫ്റ്റിംഗ് എന്നുള്ളത്. അപ്പം നമ്മൾ പല പോസ്റ്റുകളും കേട്ടിട്ടുണ്ടാകും, ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ, ഡ്രാഫ്റ്റ് മാൻ സിവിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ. അപ്പം ബേസിക്കലി ഇത് മീൻ ചെയ്യുന്നതാണ് ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡ്രോയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ആണെന്നുള്ളത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. കാരണം എല്ലാ ഇൻഡസ്ട്രീസിൻ്റെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ് മാനും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, engineering drawing is the language of engineer. It means the developing and recording engineers idea and conveying them to others. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞതാണ് എഞ്ചിനീയേഴ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് എ ഡെവലപ്പിംഗ് ആൻഡ് റെക്കോർഡിംഗ് എഞ്ചിനീയേഴ്സ് ഐഡിയ കൺവേയിങ് ടു അതേഴ്സ്. അപ്പം ഈ CAD പോലത്തെ സോഫ്റ്റ്വെയർസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ തന്നെ റെക്കോർഡ് ചെയ്യാനും മൾട്ടിപ്പിൾ കോപ്പീസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനും ഒക്കെ തന്നെ സാധിക്കും. മാത്രമല്ല എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസും മോഡിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഈസി ആയിട്ട് വരുത്താനും ഈ പറഞ്ഞ CAD പോലത്തെ സോഫ്റ്റ്വെയർസിനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഡാറ്റ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, ഇനി അടുത്തായിട്ട് നോക്കേണ്ടത് ഡിസൈൻ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് വിട്ട് പോയിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂസിങ് ദി അപ്രോപ്രിയേറ്റ് മെറ്റീരിയൽ ഈസ് വൈറ്റൽ സ്റ്റെപ്പ് ഇൻ ദി ഡിസൈൻ പ്രോസസ്സ്. അപ്പോൾ ഒരു ഡിസൈൻ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പാണ് മെറ്റീരിയൽ സെലക്ഷൻ എന്നുള്ളത്. കാരണം എന്താണ്, മെറ്റീരിയൽ സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും എസ്പെഷ്യലി പല കാര്യങ്ങളും, അതിൻ്റെ സ്ട്രെങ്ത്, ക്വാളിറ്റി, കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ക്രിട്ടിക്കൽ ചോയ്സ് ദാറ്റ് കമ്പയർസ് ദി കാൽക്കുലേഷൻസ് ഇൻ ദി ഡിസൈൻ പ്രോസസ് ആൻഡ് ദി ലൈൻസ് ഇൻ എൻ എഞ്ചിനീയർ ഡ്രോയിങ് വിത്ത് എ വർക്കിംഗ് ഡിസൈൻ. അപ്പം നമ്മൾ ഡ്രോയിങ്ങിലൂടെ വരച്ചെടുത്ത ആ ഒരു ഡിസൈനിനെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നത് ബേസിക്കലി ആ ഒരു മെറ്റീരിയൽ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ്ലി സെലക്റ്റഡ് മെറ്റീരിയൽ ക്യാൻ ലീഡ് ടു കാറ്റസ്ട്രോഫ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് ദി പാർട്ട് ഓർ കോമ്പണൻറ്റ് ഓർ ദി ആർട്ടിഫാക്ട് ആസ് എ ഹോൾ. ഇറ്റ് ക്യാൻ ഓൾസോ എസ്കലേറ്റ് അൺനെസസറി കോസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടല്ല മെറ്റീരിയൽ സെലക്ഷൻ എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതൊരു വലിയ ഫെയിലർ ആകാനും അല്ലെങ്കിൽ ദുരന്തത്തിനും വഴി തെളിക്കും. ഓക്കെ, കാരണം നമുക്കറിയാം സ്ട്രെങ്ത്
നമ്മളുടെ കോൺക്രീറ്റിൻ്റെ കാര്യം എടുക്കാം അല്ലേ, 100, 110, 150 ഒക്കെ നിലകളുള്ള ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാണ്. അവിടെ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ട് മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. മാത്രമല്ല നമ്മൾ പ്രോപ്പറായിട്ട് മെറ്റീരിയൽസ് സെലക്ട് ചെയ്തിട്ടില്ല എന്താണ് അത് അൺനെസസറി കോസ്റ്റിനും വഴിതെളിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും വർക്കിന് വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒന്നും നമ്മൾ യാതൊരു കാരണവശാലും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദർ ആർ 2 മെയിൻ ഫാക്ടേഴ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ സെലക്ടിങ് ദി റൈറ്റ് മെറ്റീരിയൽ ഫോർ എ കോമ്പണൻറ്റ്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഒരു മെറ്റീരിയൽ സെലക്ഷൻ്റെ സമയത്ത്. ഫസ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് കറക്റ്റ് പ്രോപ്പർട്ടീസ് ടു ഡെലിവർ ദി നീഡഡ് സർവീസ് പെർഫോമൻസ് ബൈ ദി ആർട്ടിഫാക്ട്. അപ്പം നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയലിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു പാരാമീറ്റർ. മറ്റൊന്നാണ് ദ മെറ്റീരിയൽ ഷുഡ് ഹാവ് ദി കാപ്പബിലിറ്റി ടു മോൾഡഡ് ഇൻ ടു ഫിനിഷ്ഡ് പാർട്ട്. അപ്പോൾ ആ മെറ്റീരിയൽ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് ആ ഒരു മെറ്റീരിയലിലൂടെ പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ മെറ്റീരിയലിനെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. സോ ഈ 2 കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. The process of material selection happens at each phase of the design procedure and it involves the following steps. അതായത് മെറ്റീരിയൽ സെലക്ഷനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് ആണ് അനാലിസിസ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് മെറ്റീരിയൽ റിക്വയർമെൻറ്റിൻ്റെ അനാലിസിസ് ആണ്. എന്താണ് ഈ മെറ്റീരിയൽ റിക്വയർമെൻറ്റിൻ്റെ അനാലിസിസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് നമുക്കൊരു സ്ലാബ് വാർക്കണം എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ സ്ലാബ് വാർക്കാൻ നിലവിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ബീം എടുക്കുന്നതിനും കുറച്ചുകൂടെ സിമ്പിൾ. അപ്പോൾ ആ ബീമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളൊക്കെ എത്രയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ സ്ക്രീനിങ് ഓഫ് കാൻഡിഡേറ്റ് മെറ്റീരിയൽസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ബീമിന് പറ്റിയ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. കോൺക്രീറ്റ് ബീം ഉണ്ടാകും, സ്റ്റീൽ ബീം ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ വുഡൻ്റെ ബീം ഉണ്ടാകും, അങ്ങനെ പല കൈൻഡ്സ് ഓഫ് ബീമുകൾ ഉണ്ടാകും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്നും നമുക്ക് വേണ്ട റിക്വയർഡ് കാൻഡിഡേറ്റ് മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമ്മളുടെ മെറ്റീരിയൽ അല്ലെങ്കിൽ അനാലിസിസിന് റിക്വയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യുക. ഇപ്പം ഹെവി ലോഡൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ RCC സ്ലാബുകൾ യൂസ് ചെയ്യാം അല്ലേ. എന്നാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലോഡുകളൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് വുഡൻ ബീമുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസൈൻ ഡാറ്റ ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽസ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഡാറ്റ ഡെവലപ്പ് ചെയ്യുക. എന്തിൻ്റെ ഡാറ്റ, ഈ ഒരു മെറ്റീരിയലിന് വേണ്ട ഡിസൈൻ ഡാറ്റാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റേജ്. ഓക്കെ, എന്താണ് ഈ ഡിസൈൻ ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മെറ്റീരിയലിന് വേണ്ട ഡയമെൻഷൻസും പ്രോപ്പർട്ടീസും ഒക്കെയാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഫൈനലി ഈ മൊഡ്യൂളിൽ നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഡിസൈൻ വിഷ്വലൈസേഷൻ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ പർപ്പസ് ഓഫ് വിഷ്വലൈസേഷൻ ഈസ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസൈൻ ഡാറ്റ. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഡാറ്റയെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് പ്രധാനമായും ഡിസൈൻ വിഷ്വലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിഷ്വലൈസേഷൻ കൺവേർട്സ് ദി ഇൻവിസിബിൾ ടു വിസിബിൾ. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു ഡിസൈനർക്ക് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയ ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും നമ്മളുടെ ഒരു ഡിസൈനിന് എന്നുള്ളത്. അപ്പോൾ അത് പലപ്പോഴും എന്തായിരിക്കും, ഇൻവിസിബിൾ ആണ് അല്ലേ. അത് നമുക്കൊരു വിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിസിബിളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കത് വിഷ്വലി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ദസ് വിഷ്വലൈസേഷൻ ഹാസ് ടു ക്രിയേറ്റ് ആൻ ഇമേജ് വിച്ച് അറ്റ് മെനി ടൈംസ് എ ക്വിറ്റ് വേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അവ്യക്തമായിട്ട് ഐഡിയാസൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആക്കുകയാണെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് തന്നെ അത് മനസ്സിലാകും. അല്ലെങ്കിൽ അവ്യക്തമായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾസോ ദി വിഷ്വൽ ബിക്കംസ് ദി പ്രൈം മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെറാസ് ഓൾ അതർ മീൻസ് ഡെലിവർ ഓൺലി എക്സ്ട്രാ ഡാറ്റ. അപ്പം നമുക്ക് മെയിനായിട്ട് ഏറ്റവും പക്കായിട്ട് നമ്മളുടെ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക വിഷ്വലി ആണ് അല്ലേ. നമുക്ക് കണ്ടുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാം. മറ്റ് ഫോംസ്, അതായത് പറഞ്ഞറിയിക്കുന്നതൊക്കെ തന്നെ അതിൽ എക്സ്ട്രാ ഡാറ്റകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. മെയിനായിട്ട് നമുക്ക് കണ്ടറിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദി വിഷ്വലൈസേഷൻ ഇമേജ് ഷുഡ് ബി ഈസിലി ഐഡൻറ്റിഫൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വളരെ കോംപ്ലക്സ് ആണെങ്കിലും നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് എന്തായിരിക്കണം, വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. ഓക്കെ,
അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, കാറിൽ നമുക്കറിയാം ഒരുപാട് 10,000 പാർട്സുകൾ വരുന്ന കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു കാറ് ഫോം ചെയ്യുന്നത് അല്ലേ. എന്നാൽ നമ്മളത് വരയ്ക്കുമ്പോൾ എന്താണ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദ വൈറ്റൽ പാർട്ട് is that the visualization must deliver a way to absorb something about data. അപ്പോൾ ആ ഒരു ഡ്രോയിങ്ങിലൂടെ വിഷ്വലൈസേഷനിലൂടെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഡിസൈൻ ഡ്രോയിങ്സ് ആർ വേരിയസ് കാറ്റഗറീസ് ലൈക്ക് ലേഔട്ട് ഡ്രോയിങ്, ഡീറ്റെയിൽ ഡ്രോയിങ്, അസംബ്ലി ഡ്രോയിങ് എക്സെട്ര. അപ്പോൾ നമുക്ക് ഡിസൈൻ ഡ്രോയിങ്ങിനെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലേഔട്ട് ഡ്രോയിങ്, ഡീറ്റെയിൽഡ് ഡ്രോയിങ്, അസംബ്ലി ഡ്രോയിങ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ഈ ലേഔട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ? ലേഔട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓരോ പാർട്സ് വെക്കേണ്ട ഒരു ലേഔട്ടിനാണ് ലേഔട്ട് ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് എന്താണ് സെപ്പറേറ്റ്ലി സബ് അസംബ്ലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്ങിൽ വരും. പിന്നെ അസംബ്ലി ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പാർട്ടുകൾ അസംബ്ലി എങ്ങനെ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അസംബ്ലി ഡ്രോയിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഡിസൈൻ വിഷ്വലൈസേഷനിൽ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കായിരുന്നു ഡിസൈൻ സ്ട്രെങ്ത്, ഡിസൈൻ ഫംഗ്ഷൻ തുടങ്ങിയതൊക്കെ. പക്ഷേ അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നെടുത്തത് കൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളെടുത്ത ലെക്ചേഴ്സ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. സോ നമ്മൾ ഏറെക്കുറെ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ തുടങ്ങാം. പിന്നെ അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ നമുക്കൊരു ലൈവ് സെഷനിലൂടെ ഇതിൻ്റെയൊക്കെ റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി എടുക്കാം. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.